വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ്, അനീമിയ പോലെയുള്ള കണ്ടീഷൻസിനെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് വിളർച്ച തടയാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ ക്യുവണ്ടി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷക്കുറവ്, തലവേദന, തലയ്ക്കൊരു കറക്കം പോലെ. ഇപ്പോൾ കുട്ടികളുടെ കേസൊക്കെ ആണെങ്കിൽ പഠിക്കാൻ കുറച്ച് പിന്നോട്ട് പോവുക, ഓർമ്മക്കുറവ്, ചിലപ്പോൾ പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കാം പക്ഷേ എക്സാമിൽ പേപ്പറിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ വരിക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കുറയുക. അതുപോലെ തന്നെ നമുക്ക് മുഖത്ത്, നമ്മുടെ നാക്കിൽ, കൈയിൻ്റെ വെള്ളയിൽ, സ്കിന്നിൽ മൊത്തത്തിലായിട്ട് ഒരു വിളർച്ച തോന്നുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം HB ലെവൽ ഒന്ന് നോക്കാൻ പറയാറുണ്ട്. HB ലെവൽ നോക്കുന്ന സമയത്ത് അത് താഴെയാണ്, നോർമലിലും താഴത്തെ ഒരു ലിമിറ്റിലോട് കിടക്കുമ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷനെ ടേം ചെയ്യുന്നതാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച, രക്തക്കുറവ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു രക്തക്കുറവ്, വിളർച്ച നമുക്ക് മാനേജബിൾ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പല ഭക്ഷണങ്ങളും കൊടുത്താൽ തന്നെ മാറുമെന്ന് കരുതാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ കഴിക്കുന്ന ആ ഒരു മെത്തേഡ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അബ്സോർപ്ഷൻ കുറയും. നമ്മൾ ഇരുമ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കുന്നവരായിരിക്കാം, പക്ഷേ അതിനെല്ലാത്തിനും ഒരു കറക്റ്റായ രീതിയിൽ, ഇപ്പോൾ ഇരുമ്പ് കഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് അനീമിയ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇരുമ്പിനോടൊപ്പം തന്നെ ഇരുമ്പിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി പല പല ഘടകങ്ങളുണ്ട്. കോപ്പർ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ സെലീനിയം പോലെയുള്ള മിനറൽസ് ഒക്കെ സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന ഇവയെല്ലാം കൂടിച്ചേരുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് അനീമിയനെ ഒരു പരിധിവരെ മറികടക്കാൻ പറ്റുള്ളൂ. നമ്മളിൽ പലരും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരായിരിക്കും, പക്ഷെ കഴിക്കുന്ന രീതിയിലുണ്ടായ തെറ്റുകളാണ് ചിലപ്പോൾ പല രോഗങ്ങളിലേക്ക് നമ്മളെ ചെന്നെത്തിക്കുന്നത്. അപ്പോൾ ഈ അനീമിയ പോലെയുള്ള പ്രശ്നം നമ്മൾ കുട്ടികളുടെ കേസെടുത്താലും മുതിർന്നവരുടെ കേസെടുത്താലും അവരുടെ ഒരു വളർച്ചയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു ബേസിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഓവർകം ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഓവർകം ചെയ്യാം. ചില ആൾക്കാർ മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് നമ്മൾ പല എണ്ണ മാറി തേക്കുന്നു, പല കെമിക്കൽസ് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി നോക്കുന്നു, കറക്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ HB ലെവൽ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വൈറ്റമിൻ D ലെവലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു അഭാവമായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന മുടി കൊഴിച്ചിലിൻ്റെയോ ഉണ്ടാകുന്ന ക്ഷീണത്തിൻ്റെയോ ഒക്കെ പ്രധാന കാരണം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇതെല്ലാം ഓവർകം ചെയ്തെടുക്കണമെങ്കിൽ കറക്റ്റായിട്ടൊരു ഡോക്ടറുടെ ഹെൽപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിലുണ്ടാകുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തെടുക്കാനും അതുവഴി നമുക്ക് ഈ പറയുന്ന രോഗങ്ങളെ മറികടക്കാനും പറ്റും. നമ്മൾ ഉണ്ടാകുന്ന അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ്, വിളർച്ചയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു മെത്തേഡ് കറക്റ്റ് ആയിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അയണിൻ്റെ അഭാവം ഉണ്ടാവാം, ഫോളിക് ആസിഡിൻ്റെ അഭാവം ഉണ്ടാവും, വൈറ്റമിൻ B12, വൈറ്റമിൻ സി, കോപ്പർ, സെലീനിയം, ഇതിൻ്റെയൊക്കെ അഭാവം മൂലം നമുക്ക് ഒരു രീതിയിൽ പറയുന്ന രീതിയിൽ രക്തക്കുറവ് അനുഭവപ്പെടാം. രണ്ടാമതായിട്ട് അമിതമായിട്ടുള്ള രക്തസ്രാവം നമ്മുടെ ശരീരത്തിലുണ്ടായി, നമുക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഇനി പല പീരീഡ്സിൻ്റെ സമയത്ത് ചിലപ്പോൾ ഫൈബ്രോയിഡ് ഉള്ളവരോ അല്ലെങ്കിൽ PCOD ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹെവി ബ്ലീഡിങ് വന്നിട്ട് നമുക്കൊരു അനീമിയ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല നമുക്ക് ഫിഷറോ ഫിസ്റ്റുലയോ അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളുടെയും ഭാഗമായിട്ടുണ്ടാകുന്ന ബ്ലീഡിങ്, ഈ ഒരു ബ്ലീഡിങ് കാരണം നമുക്ക് ഈ പറയുന്ന രീതിയിൽ രക്തക്കുറവ്, വിളർച്ച ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ RBC എന്ന് പറഞ്ഞ ചുവന്ന രക്താണുക്കളുടെ പെട്ടെന്നുണ്ടാകുന്ന നശിപ്പിച്ച് പോകുന്ന കാരണങ്ങൾ, ഇപ്പം നോർമലി RBCയുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. അതിലും അധികമായിട്ട് RBC പൊട്ടിപ്പോകുന്ന ഒരു കണ്ടീഷനൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, ജനിതകപരമായിട്ടുള്ള ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അനീമിയ പ്രസന്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായം നേടുക, കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വഴി കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുക. അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് എത്രത്തോളം അത് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം, നമ്മൾ എത്രത്തോളം മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചാലും നമ്മുടെ ഭക്ഷണം ശരിയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ മെഡിസിൻ ഇല്ലാതെ തന്നെ ഈ പറയുന്ന കണ്ടീഷൻസിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില ഭക്ഷണങ്ങളെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എടുക്കുകയാണെങ്കിൽ പച്ചക്കറി വിഭാഗങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമതായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നത് ചീരയാണ്. രക്തക്കുറവുള്ള എല്ലാ ആൾക്കാരോടും നമ്മൾ പറയാണ്ട് ഇലക്കറികൾ നല്ലോണം കഴിക്കൂ, കാരണം ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്കറികളിൽ മുരിങ്ങയിലയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഓറഞ്ചിനേക്കാളും 7 ഇരട്ടിയോളം വൈറ്റമിൻ സി നമുക്ക് മുരിങ്ങയിലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കുന്ന മാംസത്തിനേക്കാളും അധികമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഉള്ളതുകൊണ്ട് മുരിങ്ങയില നല്ലൊരു ഓപ്ഷനാണ്. ചീര സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. പക്ഷേ ഈ ചീര ഇലക്കറികളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കുക, ഇതിലൊക്കെ ഓക്സലേറ്റ് എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. ഈ ഓക്സലേറ്റ് നമ്മുടെ ഭക്ഷണത്തിലുള്ള അയണിൻ്റെ അല്ലെങ്കിൽ ഇലക്കറികളുള്ള അയണിൻ്റെ അബ്സോർപ്ഷൻ, ആഗീകരണം കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഇലക്കറികളൊക്കെ കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് ചെറുനാരങ്ങ അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കും.
ഇനി നമ്മൾ ഇലക്കറികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൽ അതിൻ്റെ ഒരു നിറം തന്നെ നമ്മുടെ രക്തത്തിൻ്റെ നിറമാണ്. കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ബീട്രൂട്ട് നമ്മുടെ അയണിൻ്റെ ഫോളിക് ആസിഡിൻ്റെ ഒക്കെ ഒരു സപ്ലിമെൻ്റ് ആയതുകൊണ്ട് തന്നെ രക്തത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അല്ലെങ്കിൽ HB പ്രൊഡക്ഷൻ കൂട്ടാനും അതുവഴി നമുക്ക് രക്തക്കുറവ് മറികടക്കാനും സഹായിക്കും. മൂന്നാമതായിട്ട് നമ്മൾ പഴവർഗ്ഗങ്ങളെ പറ്റി നോക്കുന്ന സമയത്ത് പഴവർഗ്ഗങ്ങളുടെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് മാതളമാണ്. മാതളം ആ ഒരു പോംഗ്രാനൈറ്റ് എന്ന് പറയുന്ന അവയിൽ ധാരാളമായിട്ട് അയണിൻ്റെ പ്രസൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പപ്പായയിലുണ്ട്, മസ്ക് മെലണിലുണ്ട്, തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർ മെലണിലുണ്ട്. വാട്ടർ മെലൺ നമുക്കിതൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ജ്യൂസായിട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ജ്യൂസ് ആക്കുന്ന ചിലപ്പോൾ നമ്മൾ അരിച്ചതിൻ്റെ ഫൈബർ കളയും, വീണ്ടും പഞ്ചസാര ആഡ് ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ജ്യൂസായിട്ടും പ്രിഫർ ചെയ്യാം. അരിക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ മാക്സിമം പഞ്ചസാര ഒഴിവാക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കുറച്ച് തേൻ ആഡ് ചെയ്യാം. ഇനി നാലാമതായി പറയാൻ പോകുന്നതും തേനിനെ കുറിച്ചാണ്. തേനിൽ ഒരു പരിധിവരെ അയണും ഉണ്ട്, കോപ്പറും അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തേൻ ആഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അയണിൻ്റെ അബ്സോർപ്ഷൻ ഈ കോപ്പർ കൂട്ടും. അതുവഴി നമുക്ക് ഈ അയൺ കുറച്ചും കൂടി നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനത്തെ ജ്യൂസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പഞ്ചസാര മാറ്റി തേൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുമ്പിൻ്റെ ആഗീകരണം നമ്മുടെ ശരീരത്തിൽ കൂട്ടും. അതുവഴി നമുക്ക് ഒരു പരിധിവരെ വിളർച്ച തടയാൻ പറ്റും. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയാൻ പറ്റുന്ന ഉണക്കമുന്തിരിയാണ്. അപ്പോൾ നമ്മൾ ഉണക്കമുന്തിരി സ്ഥിരമായി കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അതിൽ അയണിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ഒരു 10-15 ഉണക്കമുന്തിരി ഒരു മുതിർന്ന ആൾക്കാർക്ക് കേട്ടോ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 4-5 എണ്ണം മാത്രം മതി. പക്ഷെ നല്ല രീതിയിൽ ചെറു ചൂടുവെള്ളത്തിലൊക്കെ കഴുകി അതിനുശേഷം കുതിർത്താൻ വേണ്ടിയിടുക. കാരണം ഇതിൽ വിഷാംശം ഒരുപാട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണക്കമുതിരി കഴിക്കുന്നത് ഒരു പരിധിവരെ അയണിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂട്ടാനും HB പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കും. ഇനി ആറാമതായിട്ട് പറയുന്നത് എള്ളാണ്. കറുത്ത എള്ള് പ്രത്യേകിച്ച് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കറുത്ത എള്ള് പൊടിച്ചിട്ട് അത് തേനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഏറ്റവും സൂപ്പറായിട്ട് നമുക്ക് അയണിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. കാരണം എള്ളിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തേനും കൂടി ചേരുന്ന സമയത്ത് ഇത് കോപ്പറും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി അയണിൻ്റെ ആഗീകരണം കൂട്ടും. ഇപ്പം മുടി കൊഴിച്ചിൽ, നിങ്ങൾക്ക് രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു ടിപ്പ് എള്ളും തേനും കൂടെ ചേർത്ത് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. നിങ്ങൾ എക്സ്റ്റേണലി ഒരുപാട് ഓയിൽ മാറ്റി തേക്കുന്നതിന് പകരം ഈ ഒരു ടിപ്പ് മാത്രം ഫോളോ ചെയ്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. ഇനി അടുത്തൊരു ഭക്ഷണം, നോൺ വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്ന മീറ്റ് അല്ലെങ്കിൽ മാംസത്തിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ ലിവർ, ഇപ്പം ബീഫിൻ്റെ ലിവർ, ചിക്കൻ്റെ ലിവറൊക്കെ കഴിക്കുന്നത് വൈറ്റമിൻ എയും അയണും ഒക്കെ നമുക്ക് കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ സീ ഫുഡിലാണെങ്കിൽ കക്ക, ഞണ്ട്, കൊഞ്ച് ഇങ്ങനെയുള്ള തോടോട് കൂടിയിട്ടുള്ള മത്സ്യങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ബീൻസ് വർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള, പയർ വർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള വെള്ളക്കടല അല്ലെങ്കിൽ സോയാബീൻ, അതുപോലെ തന്നെ നമുക്ക് രാജ്മ അല്ലെങ്കിൽ ഈ വൻപയറിൻ്റെ കുറച്ചുകൂടെ വലിയൊരു ഫോം അല്ലെങ്കിൽ വൻപയറും ചെറുപയറിലും ഒക്കെ കുറഞ്ഞ അംശത്തിലെങ്കിലും അയണിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അവയൊക്കെ മാക്സിമം നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ധാന്യങ്ങളിലും അതുപോലെ തന്നെ റാഗി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ അയണിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മൾ റാഗി കൊടുത്തു പോകുന്നത്. അപ്പോൾ ഇത്രയും അധികം അയണിൻ്റെ സോഴ്സസ് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് തന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഇത്രയും അധികം ഭക്ഷണങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന രീതി ശരിയാണെങ്കിൽ കുറച്ചും കൂടി അയണിൻ്റെ ആഗീകരണം കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾക്ക് ഇരുമ്പ് പാത്രത്തിൽ പാചകം ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് അനീമിയ തടയാൻ പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾ അയൺ അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ സി അല്ലെങ്കിൽ ചെറിയ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതും അല്ലെങ്കിൽ ഒരു നെല്ലിക്ക അതിനോടൊപ്പം കഴിക്കുന്നതും നമുക്ക് ഇരുമ്പിൻ്റെ ആഗീകരണ ശരീരത്തിൽ കൂടും. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ എള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുള്ള എള്ളുണ്ട കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഒരു നെല്ലിക്ക കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുമ്പിൻ്റെ ആഗീകരണം കൂട്ടും. അപ്പോൾ ഈ പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഇനി അത് മാത്രമല്ല, നമ്മൾ അമിതമായിട്ട് ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുള്ളതെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതൊരു പരിധി വരെ നമ്മുടെ ഇരുമ്പിൻ്റെ ആഗീകരണം കൂട്ടാൻ സഹായിക്കും. കാരണം ചായയിലും കാപ്പിയിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഓക്സലേറ്റ്സ് ഒക്കെ ഒരു പരിധി വരെ ഇരുമ്പിൻ്റെ ആഗീകരണം നമ്മുടെ ശരീരത്തിൽ തടയുന്നവയാണ്. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളും നിങ്ങൾ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കഴിവതും പാലുൽപ്പന്നങ്ങളും ചേർത്ത് കഴിക്കാതിരിക്കുക. അതിന് കാരണം ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ കാൽസ്യം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് ഇവ രണ്ടും കൂടെ നമ്മുടെ ശരീരത്തിൽ ആഗീകരണം നടക്കില്ല. അതുകൊണ്ടാണ് ഒന്ന് കഴിക്കുന്ന സമയത്ത് മറ്റേത് കഴിവതും ഒഴിവാക്കാൻ നോക്കുക. ഇപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയൺ അടങ്ങിയ ഭക്ഷണം രാവിലെ കഴിക്കുകയാണെങ്കിൽ മാക്സിമം ഉൽപ്പന്നങ്ങൾ വൈകിട്ട് കഴിക്കുക, അല്ലെങ്കിൽ രണ്ട് ടൈമിൽ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അബ്സോർപ്ഷന് വേണ്ടി. അപ്പോൾ ഈ ഒരു ടിപ്സ് ഒക്കെ കൂടി ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ കഴിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഇരുമ്പ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അയൺ കിട്ടണമെന്നില്ല. ഇനി അതുപോലെ നമുക്ക് കഴിക്കേണ്ട ഒരു ഡ്രിങ്ക് നോക്കുകയാണെങ്കിൽ കറുത്ത എള്ളെടുക്കുക, അതൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക.
ഇനി തലേദിവസം രാത്രി തന്നെ ഒരു 5-6 ബദാം കുതിർത്താൻ വിടുക. ഇത് പൊടിച്ച ശേഷം ഈ ബദാമും നല്ല രീതിയിൽ അരച്ചെടുക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ജാഗരി അല്ലെങ്കിൽ ശർക്കര, ഇതിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്, ഇതും നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ്ചർ ഇതെല്ലാം കൂടി പൗഡേർഡ് ഫോമിലോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രിങ്കിൻ്റെ പരുവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒന്നെങ്കിൽ തേങ്ങാ വെള്ളം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ആഡ് ചെയ്യാം. നമുക്ക് ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ ഓട്സ് മിൽക്ക് ഇവയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് മാറി മാറി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറി മാറി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇവയെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കപ്പിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് 2.5 മില്ലിഗ്രാം അയൺ കിട്ടും. അപ്പോൾ അത്രയും സൂപ്പർ ഡ്രിങ്കാണ്. അപ്പോൾ അനീമിയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്, രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് കഴിക്കുക. ഇതൊക്കെ നിങ്ങൾക്കൊരു പരിധി വരെ ഈ അനീമിയയുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ്, എള്ള് ഇതെല്ലാം കൂടി വറുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ജാഗരിയും കൂടെ മിക്സ് ചെയ്യുക. ഇത് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റി വെക്കുക. അപ്പം എള്ളും അതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ ഫ്ലാക്സ് സീഡും ഒക്കെ അയൺ റിച്ച് ആണ്. അപ്പം ഇവയെല്ലാം കൂടി ചേർന്ന രീതിയിൽ നമുക്കൊരു ഉണ്ട പോലെ അല്ലെങ്കിൽ ലഡു ഫോമിലോട്ടൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു സ്നാക്കായിട്ട് കൊടുക്കാനും പറ്റും. ഒരു ഹെൽത്തി ഓപ്ഷനാണ്. ധാരാളം അയൺ ഉണ്ട്, ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കൂട്ടും, നമുക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ചയൊക്കെ ഒരു പരിധിവരെ തടയാനും പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. മാക്സിമം രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ചയുടെ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.